ആ എഴുത്ത് തുടങ്ങിയ മിടുക്കൻ. ഞാനേ നമ്മുടെ മുരളീഗോപി ചേട്ടന്റെ വീട് വരെ ഒന്ന് പോയിട്ട് വരുന്ന വഴിയാ. ഇത്രയായ എഴുതി തള്ളുകയാണല്ലേ. കൊള്ളാല്ലേ. സീൻ നമ്പർ 24 എക്സ്റ്റീരിയർ മഴയുള്ള പ്രഭാതം. നമുക്ക് അയ്യോ നൈറ്റ് സ്റ്റണ്ട് സീനാ. ഡബിൾ ബാറ്റ്. നമ്മുടെ സ്ക്രിപ്റ്റ് അല്ല. നമ്മുടെ സ്ക്രിപ്റ്റ് അല്ലേ? അല്ല. പിന്നെ അതിപ്പോ ജോഷ് സാറിന് വേണ്ടി ഒരു സ്ക്രിപ്റ്റ് എഴുതുന്നുണ്ട്. ഒരു ഫ്രണ്ട്ഷിപ്പ് മാസപടം. അതെന്ത് പരിപാടിയാടാ? ഞാൻ ഇത്രയും കാശ് മുടക്കിട്ട് നീണ്ട ജോഷിമാർക്ക് വേണ്ടി എഴുതാൻ തുടങ്ങി. അതങ്ങനെ ശരിയാവും? വെറുതെ അല്ല തിരുവനന്തപുരത്തെ ആർക്കും വിശ്വാസമില്ലാത്തത്. കാശ് തുലയ്ക്കാനായിട്ട് ഓരോന്ന്. എടാ കുറച്ച് ചായയുടെയും വടയുടെയും കാശല്ലേ, അത് ഞാൻ തരാം. ചായം വടയും ചുമ്മാ കിട്ടൂല. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശാണ്ടാ. ഞാനും അധ്വാനിച്ച് തന്നെയാണ് നിങ്ങൾക്ക് 2-3 കഥ എഴുതി തന്നത്. 2 കഥ എഴുതി തന്ന് നീ വാ വിളിച്ചോണ്ട് നിൽക്കുകയാണ്. പിന്നെ കൂട്ടുകാരനാണ്. കൂട്ടുകാരന്റെ കഥ കേൾക്കണ്ടേ? വാ വരണ. ഇല്ല എന്നാ എവിടെ ഇരി. അയ്യോ സാറിരിക്കി. ബ്രഹ്മാണ്ട സ്ക്രിപ്റ്റ് റൈറ്റർ അല്ലേ? ഞാൻ ഉറക്കെ പറയാൻ കേട്ടോണേ. മാനവീയത്തോടെ തെണ്ടി തിരിഞ്ഞാറുന്ന ചെറുക്കനാണ്. ഞാനാണ് അവനോട് പറഞ്ഞത്, മോനെ നീ ഒരു കഥയും കൊണ്ടുപോവാ, ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാന്ന്. അവനിപ്പോ എന്നെ ചായം വടയും പിടിക്കണില്ലെന്ന്. ഇവ ആദ്യം എനിക്കൊരു കഥയും കൊണ്ടുവന്നു. ഇത് കേക്കണം. പേര് അഖിൽ. അഖിൽ. അഖിൽ ഇത് കേക്കണം. ആദ്യം ഇവനെ എനിക്കൊരു കഥയും കൊണ്ടുവന്ന്. മരതകപ്പൊത്തിലെ ആമ. കോടീശ്വരനായ തന്തയുടെ മകനാണ് നമ്മുടെ നായകൻ. നായകൻ സൽസ്വഭാവിയാണ്, സുന്ദരനാണ്, സുമുഖനാണ്. വെറൈറ്റി പേരാണ് ഉണ്ണി. അടിപൊളി. നായകന് പക്ഷേ നമ്മുടെ കോടീശ്വരൻ തന്തയുടെ കാശിലൊന്നും യാതൊരു ഭ്രമവും. എന്തിനാണെന്ന് അറിഞ്ഞൂടോ, പരപ്പുച്ഛം. അല്ലെങ്കിലും കാശുള്ള തന്തമാർക്ക് വീട്ടിൽ ഓരോന്നൊക്കെ ഇങ്ങനെയൊക്കെ കാണും. അപ്പൊ കഥ ഈ ഉണ്ണിയുടെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് കാശ് സ്വന്തമായിട്ട് ഉണ്ടാക്കുക, പെങ്ങളെ കെട്ടിച്ചിടുക, ഹിമാലയത്തിൽ പോവുക. ഇതാണ് ആ പയ്യന്റെ ജീവിതാഭിലാഷം. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് അവൻ വീട് വിട്ട് അങ്ങ് ഇറങ്ങിയാണ്. വീട് വിട്ട് ഇറങ്ങി അവൻ ചെയ്യാത്ത പണി ഒന്നുമില്ല. കക്കൂസ് കഴുകാൻ പോവും, ഓട കഴുകാൻ പോവും, ടാറിങ്ങിന് പോവും, കൊത്തുപണിക്ക് പോവും, പിന്നെന്തോന്നേ പെയിന്റിങ് പണിക്ക് പോവും. പക്ഷെ ഇതിനൊക്കെ പോയിട്ട് അവന് കാശൊന്നും ഉണ്ടാക്കാൻ പറ്റാതെ അവസാനം ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ അത്രയും നാള് പറ്റിന് തിന്നോണ്ടിരുന്ന കടയിൽ കാശ് കൊടുക്കാൻ പോലും നിവർത്തിയില്ലാതെ അവൻ അവിടെ ചായ അടിക്കാൻ വേണ്ടി കയറുകയാണ്. പക്ഷെ ഇവൻ ചായ അടിച്ചടിച്ചടിച്ചടിച്ച് ഇവന്റെ ചായ അങ്ങ് കയറി അങ്ങ് ഹിറ്റാവുകയാണ്. സൂപ്പർ ഹിറ്റ്. അത് കൊള്ളാന്ന്. ഇത് കേക്ക്. അപ്പം അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ജിമ്മി ജിബ് ഷോട്ടില് ഒരു ബെൻസ് കാർ കടയുടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയാണ്. അതിൽ നിന്ന് ഒരു കോടീശ്വരൻ ഇറങ്ങി ആ ചായക്കടയിലോട്ട് കയറി ഒരു ചായ കുടിക്കുകയാണ്. ഒരു ഡബിൾ സ്ട്രോങ് ചായ. ഈ ചായ കുടിച്ചയാൾ അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് ഫീൽ അടിക്കുകയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ സോൾട്ട് ആൻഡ് പെപ്പറിലെ ലാൽ സാറ് ഉണ്ണിയപ്പം നിന്നിട്ട് ഫീൽ അടിക്കുന്ന ഒരു സീൻ. ഏതാണ്ട് അതുപോലെ. അങ്ങനെ അയാൾ ഫീൽ അടിച്ചിട്ട് അയാളുടെ ഇടത്തെ പോക്കറ്റ് 30 ഗ്രാമീൺ ബാങ്കിന്റെ ഒരു ചെക്ക് ബുക്ക് എടുത്ത് അതിൽ നിന്ന് 2 കോടി രൂപ എഴുതി അങ്ങ് കൊടുക്കണം. എന്നിട്ട് പറയും എനിക്കിപ്പം ഈ ചായ അടിച്ച ആളെ കാണണമെന്ന്. അപ്പൊ കടക്കാരൻ ഈ ഉണ്ണിയെ വിളിച്ചോണ്ട് വരും. അവിടെയാണ് നമ്മുടെ ട്വിസ്റ്റ് വരുന്നത്. ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വന്നിരിക്കുന്ന കോടീശ്വരൻ ആരാണ്?